അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി ത്വാഹിരീൻ അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ് അംറു ബിൻ അബസ എന്ന് പറയുന്ന സഹാബി. വളരെ തുടക്കത്തിലെ മക്കൾക്ക് പുറത്തു നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. റുബുൽ ഇസ്ലാം എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് മദീനയിൽ വെച്ച് അൻസാരിയായ ഒരു സഹാബി അംറു ബിൻ അബസയോട് ചോദിക്കുന്നുണ്ട്, റുബുൽ ഇസ്ലാം എന്ന് താങ്കളെ വിളിക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ തൻ്റെ ഇസ്ലാം ആശ്ലേഷത്തിൻ്റെ ചരിത്രം അദ്ദേഹം വിവരിച്ചു കൊടുക്കുകയാണ്. തൻ്റെ ഗോത്രം ബനു സുലൈം ഗോത്രം മക്കയുടെ ഒരുപാട് വിദൂര ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗോത്രമാണ്. ഞങ്ങൾ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ സാധാരണ 4 കല്ലുകൾ എടുക്കും. 3 കല്ലുകൾ അടുപ്പ് കൂട്ടാനും കൂട്ടത്തിൽ നല്ലൊരു കല്ല് ആരാധിക്കാനും ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയാറുള്ളത്. അത്രമാത്രം വിഗ്രഹാരാധനക്ക് അടിപ്പെട്ട് നിൽക്കുന്ന ഒരു ഗോത്രമായിരുന്നു ഞങ്ങളുടെ ഗോത്രം. അങ്ങനെ ഈ അന്ധവിശ്വാസങ്ങളിലും വിഗ്രഹാരാധനയിലും മനം മടുത്ത് ജീവിക്കുന്ന ഘട്ടത്തിലാണ് മക്കയിൽ ഒരു പ്രവാചകനുണ്ട് എന്നും അദ്ദേഹം സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നുണ്ട് എന്ന വിവരം അദ്ദേഹം മനസ്സിലാക്കുന്നത്. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് മക്കയിൽ അദ്ദേഹം എത്തുകയും ഒളിവിൽ കഴിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അദ്ദേഹം ആഗതനാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ആരാണ്? ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. താങ്കളുടെ കൂടെയുള്ളവർ ആരാണ്? എൻ്റെ കൂടെ ഒരു സ്വതന്ത്രനും ഒരു അടിമയുമുണ്ട്. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹും ബിലാൽ റളിയല്ലാഹു അൻഹുമായിരുന്നു എന്നാണ് പറയുന്നത്. താങ്കൾ എന്ത് സന്ദേശത്തിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രബോധന സന്ദേശം, അതിൻ്റെ സാരാംശം അദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്കുകയാണ്. ഞാനും താങ്കളെ പിന്തുടരുകയാണ്, താങ്കളിൽ വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. അപ്പോൾ 4മതായി ആ സദസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് വന്ന ഒരാൾ എന്ന നിലയിലാണ് റുബുൽ ഇസ്ലാം എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടതെന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. മഹാനായ അംറു ബിൻ അബസ വളരെ അവഗാഹമുള്ളൊരു പണ്ഡിതനാണ്. ദീർഘകാലം അദ്ദേഹം ജീവിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയാവുന്നത്. കർമ്മശാസ്ത്ര മേഖലകളിൽ ഹദീസിലൊക്കെ അവഗാഹമുള്ളൊരു പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം. മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വളരെ തുടക്കത്തിൽ വിശ്വസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിൽ ജീവിക്കാൻ അദ്ദേഹം അനുമതി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, താങ്കളുടെ ഗോത്രത്തിലേക്ക് മടങ്ങിപ്പോവുക, അവിടെ ഇസ്ലാമിൻ്റെ പ്രതിനിധാനം നിർവഹിക്കുക. എനിക്ക് അധികാരവും അതുപോലെ തന്നെ സൗകര്യങ്ങളുമൊക്കെ ഉണ്ടാവുന്നൊരു കാലം വരും, അന്ന് താങ്കൾ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേരുക. അങ്ങനെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുകയും മദീനയിൽ ഇസ്ലാമിക സമൂഹത്തെ കെട്ടിപ്പടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരം സിദ്ധിക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭത്തിലാണ് അദ്ദേഹം മദീനയിലേക്ക് വരുന്നത്. 10-13 വർഷങ്ങൾക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണുന്നത്. ആ പഴയ ചരിത്രം, ആ പഴയ സംഭവം അംറു ബിൻ അബസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓർത്തെടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇടപെരിയാതെ ജീവിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപടി മനസ്സിലാക്കുകയും ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിൽ അഗ്രഗണ്യനായിരുന്നു അംറു ബിൻ അബസ എന്ന് പറയുന്ന സഹാബി. പ്രവാചക വിയോഗത്തിന് ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും ഇസ്ലാമിക പ്രബോധനത്തിന് വലിയ മുദ്രകൾ പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തുടക്കത്തിൽ വലിയൊരു പ്രതിസന്ധി കാലഘട്ടത്തിൽ നബിയിൽ വിശ്വസിക്കുകയും തൻ്റെ ഒരു ഗോത്രത്തിൽ ഇസ്ലാമിൻ്റെ മനോഹരമായ പ്രതിനിധാനം നിർവഹിക്കുകയും ചെയ്ത് ജീവിച്ച അംറു ബിൻ അബസ എന്ന് പറയുന്ന സഹാബി.